കണ്ണൂർ ആറളം ഫാമിൽ പുനരധിവസിപ്പിച്ച ആദിവാസികൾക്ക് ദുരന്തത്തിന്റെ കഥ മാത്രമാണ് പറയാനുള്ളത്. ആനകൾ വിഹരിക്കുന്ന ആറളത്തെ 3500 ഏക്കറിൽ അവശേഷിക്കുന്ന മനുഷ്യരുടെ എല്ലാം ആദി അവരുടെ വാക്കിലും നോക്കിലുമുണ്ട്. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ചവിട്ടിമെതിച്ച വെള്ളിയും ലീലയും മാത്രമല്ല, പുനരധിവാസം തുടങ്ങിയതിനു ശേഷം 16 പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. മാതാപിതാക്കളുടെ ശവകുടീരത്തിനടുത്തിരുന്ന് ആ ദുരന്ത ദിനം ഓർത്തെടുക്കുകയാണ് ലീലയുടെയും വെള്ളിയുടെയും മക്കൾ. 5 ഘട്ടങ്ങളിലായി 3375 കുടുംബങ്ങൾക്കാണ് ഇവിടെ ഭൂമി അനുവദിച്ചത്. അതിൽ 1746 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല എന്നാണ് സർവേയിലൂടെ കണ്ടെത്തിയത്. ഇതിൽ 1017 പേരുടെ പട്ടയം കലക്ടർ റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച പലർക്കും ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടില്ല. 2006 മാർച്ച് 3-ന് 751 കുടുംബങ്ങൾക്ക് 1 ഏക്കർ വെച്ച് നൽകി. 2007-ൽ 1584 പേർക്കും, 2011-ൽ 138 പേർക്കും, 2012-ൽ 549 പേർക്കുമാണ് ഭൂമി പതിച്ചു നൽകിയത്. ആദിവാസി പുനരധിവാസത്തിനായി 42 കോടി രൂപ നൽകി ആറളം ഫാം വിലക്ക് വാങ്ങുമ്പോൾ 13 കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി വേലിയുണ്ടായിരുന്നു. എന്നാൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയതിനു ശേഷം ഇവയെല്ലാം നീക്കം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്തു. വീട്ടുമുറ്റത്ത് വിഹരിക്കുന്ന ആനകൾക്ക് നടുവിൽ നിന്നും പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. കപ്പളങ്ങ ആണെങ്കിലും തെങ്ങുവാണെങ്കിലും വാഴയാണെങ്കിലും ഒരു സാധനം നമുക്ക് തിന്നാൻ കിട്ടത്തില്ല. എല്ലാം ഇങ്ങനെ ആന തിന്നോണ്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി തരണോ? ജീവിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ? ആറളം ഫാമിംഗ് കോർപ്പറേഷൻ മേഖലയിൽ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചപ്പോഴും പുനരധിവാസ മേഖലയെ ഒഴിവാക്കി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടിയതോടെ 4 വർഷം മുമ്പ് ആനമതിൽ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും അതും പാതിവഴിയിലായി. ആനമതിലിന്റെ പണി തീരണമെങ്കിൽ ഇത് ചെയ്തെങ്കിലേ തീരുള്ളൂ, ചെയ്തില്ലേ തീരില്ലല്ലോ. ഇതിനെ ചെയ്യാൻ ആരെങ്കിലും നല്ല മനസ്സുള്ളവരും നല്ല കോൺട്രാക്ടർക്കാരും ഒക്കെ ആയിരിക്കണമല്ലോ, നല്ല ചെയ്യുള്ളൂ. ഇത് വരുന്നവനും പോകുന്നവനൊക്കെ അവന്റെ കിശന്ന് അറിയാൻ വേണ്ടി മാത്രം പണിയെടുക്കും. ആദിവാസികൾക്ക് ഇവിടെ ഒരു സുരക്ഷിതയില്ല, അത് മേടിച്ചിട്ട് അവരങ്ങ് പോകും. കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പുഴ വറ്റിവരണ്ടതോടെ പലരും ദുരിതത്തിലാണ്. കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തിയിരുന്നവരിൽ പലർക്കും ഇപ്പോൾ ജോലി പോലുമില്ല. പിന്നെ തൊഴിലില്ലാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. വെള്ളം മഴക്കാലത്ത് ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, വെള്ളമുണ്ട്. വേനൽക്കാലമാകുമ്പോൾ പുഴയിലാണെങ്കിൽ കുളിക്കാനുള്ള വെള്ളങ്ങളില്ല, പുഴ ഉണങ്ങിപ്പോകും. പിന്നെ ഒരു കോലി കുത്തിയിട്ടാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. കിണറൊന്നും ഇതുവരെ ആയിട്ടില്ല, ഇത്ര കാലമായിട്ട്. ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോളനിയിൽ എത്തിയവർ ആനക്കൂട്ടങ്ങൾക്കിടയിൽ ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.